നിങ്ങളുടെ പങ്കാളിയുമായി വഴക്കിട്ട് മിണ്ടാതിരിക്കാറുണ്ടോ? ദാമ്പത്യ പ്രശ്നം കാരണം എത്ര ദിവസം ഇങ്ങനെ സംസാരിക്കാതിരിക്കാൻ പറ്റും? ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിയാൽ പിന്നെ 2 മുറികളിൽ താമസിക്കുന്നവരുണ്ട്. ചില വീടുകളിൽ നാളുകളോളം നേരിൽ കണ്ടാൽ പോലും നോക്കാത്ത, മിണ്ടാത്ത ദമ്പതികളുണ്ട്. സ്വന്തം മക്കളുടെ മുന്നിൽ വെച്ച് പോലും വലിയ കലഹമുണ്ടാക്കുന്നവരെയും കാണാം. എത്രത്തോളം നരകതുല്യമായിരിക്കും ആ കുടുംബങ്ങളുടെ ജീവിതം? ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ പോലും നീണ്ടുപോയാൽ അപകടകരമാണ്. ആ അകൽച്ച പിന്നെ ഒരിക്കലും അടുപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാം. പിന്നെ ആത്മഹത്യയോ കൊലപാതകമോ പോലും സംഭവിക്കാം. കോതമംഗലത്തെ ബിജു സിമ്മി ദമ്പതികൾ തമ്മിൽ ചെറിയ വഴക്കിൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ്. പിന്നീട് എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് കൂടി അറിയണം. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. പല വീടുകളിലും ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ കാരണം എന്താണെന്ന് പരിശോധിച്ചിട്ടുണ്ടോ? പരസ്പരം തുറന്ന് സംസാരിക്കാതെ, വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നോട്ട് പോകുന്ന കുടുംബങ്ങളിൽ കലഹം പതിവായിരിക്കും. എറണാകുളം കോതമംഗലത്തെ ബിജു സിമി ദമ്പതികളുടെ ജീവിതത്തിലും അതാണ് സംഭവിച്ചത്. ഇവർ തമ്മിൽ വഴക്കും പ്രശ്നങ്ങളും ഇല്ലാത്ത ദിവസങ്ങളില്ല. കഴിഞ്ഞ രാത്രി വീട്ടിൽ നിന്ന് വലിയ ബഹളം കേട്ട് ആളുകൾ ഓടിക്കൂടിയപ്പോൾ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ദമ്പതികളെയാണ് കണ്ടത്. കഴുത്തിന് മുറിവേറ്റ നിലയിൽ സിമിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഭാര്യ കഴുത്തിന് സ്വയം മുറിവേൽപ്പിച്ചതെന്നാണ് ബിജു പോലീസിനോട് പറഞ്ഞത്. യുവതിയെ ഭർത്താവ് വെട്ടിക്കൊന്നതാണോ അതോ സ്വയം മുറിവേൽപ്പിച്ചതാണോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. കൈക്ക് മുറിവേറ്റ നിലയിൽ കണ്ട ഭർത്താവ് ബിജു പോലീസ് നിരീക്ഷണത്തിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കോതമംഗലം പിണ്ടിമന വെറ്റിലപ്പാറ രാജീവ് ഗാന്ധി ഉന്നതിയിൽ താമസിക്കുന്ന ചിറമേൽ സിമി ബിജുവാണ് മരിച്ചത്. സിമിക്ക് 46 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയാണ് വെറ്റിലപ്പാറയിലെ വീട്ടിൽ വെച്ച് സിമി ബിജുവിന് കഴുത്തിൽ മുറിവേറ്റത്. രാത്രി ദമ്പതിമാർ തമ്മിൽ വാക്കേറ്റം നടന്നിരുന്നു. തുടർന്ന് കതകു തുറന്ന് സിമി ചോരയൊലിപ്പിച്ച് പുറത്തു വരികയും മുറ്റത്ത് വീഴുകയുമായിരുന്നുവെന്നാണ് വിവരം. പിന്നാലെ എത്തിയ ബിജുവിന്റെ കയ്യിൽ മുറിവുണ്ടായിരുന്നു. നിലവിളി കേട്ട് ഓടിക്കൂടിയ അയൽവാസികൾ ഉടനെ ഇരുവരെയും കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും സിമിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ബിജു പോലീസ് നിരീക്ഷണത്തിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ദിവസവും വീട്ടിൽ വഴക്കും ബഹളവും ഉണ്ടാകാറുണ്ടായിരുന്നുവെന്ന് അയൽവാസികൾ പറയുന്നു. അപ്പോൾ ഇവർ എന്നും ഇങ്ങനെ വഴക്കുള്ളതാണ്. അപ്പം നമ്മളത്ര ശ്രദ്ധിക്കുമല്ലോ. എന്നും ഇങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ മകളും ഒക്കെ കൂടി ഇങ്ങനെ പറയാറുണ്ട്. അപ്പം ഒരു വീടായ പല വഴക്കുണ്ടല്ലോ കാര്യങ്ങളും. പുള്ളിക്കാരത്തി ഇറങ്ങി അവിടെ മേശയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണേ ഞാൻ കണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി എന്നായിരിക്കും അങ്ങനെ നിൽക്കണേന്നുള്ള രീതിയിൽ ഞാൻ നോക്കി. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ ഇറങ്ങി വന്നു പിടിച്ച് വയ്യ. അപ്പോഴത്തേക്കും മിറ്റത്ത് കൊണ്ടുപോയി മറന്നു വീഴുന്നു. അപ്പോഴത്തേക്കും പെണ്ണോ ഓടി വന്നു വിളിച്ചു. പക്ഷേ മിണ്ടണമൊന്നുമില്ല. 2 പ്രാവശ്യം അയ്യോ എന്ന് പറഞ്ഞു. ഭാര്യയെ വെട്ടിക്കൊന്ന ശേഷം ബിജു ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നുവെന്ന് സൂചനയുണ്ടെങ്കിലും പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഭാര്യ സ്വയം മുറിവേൽപ്പിച്ചതെന്നാണ് ബിജുവിന്റെ മൊഴി. നില മെച്ചപ്പെടുന്ന മുറയ്ക്ക് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്താലേ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാവൂവെന്ന് പോലീസ് പറയുന്നു. ഫോറൻസിക് വിരലടയാള വിദഗ്ധർ വീട്ടിലെത്തി പരിശോധന നടത്തി. സിമിയുടെ മൃതദേഹം മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ന്യൂസ് 18 കോതമംഗലം. അടുത്ത കൂട്ടുകാരാണെങ്കിലും മനസ്സിൽ പക തോന്നിയാൽ സൂക്ഷിക്കണം കേട്ടോ. ആലപ്പുഴ ആര്യാട് യുവാവിനെ വീട്ടിൽ കയറി കുത്തിക്കൊന്നത് സുഹൃത്താണ്. ആര്യാട് സ്വദേശി അഖിൽ എന്ന അച്ചുവാണ് കൊല്ലപ്പെട്ടത്. സുഹൃത്ത് കായംകുളം സ്വദേശി ഷെൽജാദിൻ്റെ നേതൃത്വത്തിലുള്ള 2 അംഗ സംഘം ഓട്ടോയിലെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം ആക്രമിക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാണ്. ഗുണ്ട കുടിപ്പകയാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് സംശയം. വൈകിട്ട് 5:45 അഖിലിന്റെ വീടിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം. ഗുരുതരമായി പരിക്കേറ്റ അഖിലിനെ ഉടൻ തത്തമ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആര്യാട് മുരിയൻവിളിയിൽ അജിയുടെ മകനാണ് 24 വയസ്സുള്ള അച്ചുവെന്ന അഖിൽ. ഓട്ടോറിക്ഷയിലെത്തിയ 2 അംഗ സംഘമാണ് കൊലപാതകം നടത്തിയതെന്ന്
ദൃക്സാക്ഷികൾ പോലീസിനോട് പറഞ്ഞു. അഖിലിന്റെ പിതാവ് അജിയും മാതാവ് മഞ്ജുഷയും സഹോദരനുമാണ് വീട്ടിൽ കഴിയുന്നത്. വീടിനോട് ചേർന്നുള്ള ഒരു ഷെഡിലാണ് കൊല്ലപ്പെട്ട അഖിൽ താമസിച്ചിരുന്നത്. വൈകിട്ട് ഓട്ടോറിക്ഷയിൽ അഖിലിന്റെ വീടിന് സമീപമെത്തിയ പ്രതി ഷൽജാദും സുഹൃത്തും ഫോൺ വിളിച്ച് അഖിൽ വീട്ടിലുണ്ടെന്ന് ഉറപ്പിച്ചു. തുടർന്ന് ഗേറ്റ് ചാടിക്കടന്ന് അഖിലിനെ കുത്തി വീഴ്ത്തുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം തങ്ങളെ കൊണ്ടുപോകാൻ വിസമ്മതിച്ച ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയാണ് പ്രതികൾ അതേ ഓട്ടോറിക്ഷയിൽ തന്നെ രക്ഷപ്പെട്ടത്. ഏതാനും ദിവസം മുമ്പ് ബാറിൽ വെച്ച് ഇവർ തമ്മിൽ തർക്കമുണ്ടായിരുന്നതായി സൂചനയുണ്ട്. കൊട്ടേഷൻ ലഹരി സംഘങ്ങളുമായി ബന്ധമുള്ളവരാണ് കൊല്ലപ്പെട്ട അഖിലും പ്രതിയായ ഷൽജാദും. ഷൽജാദിന്റെ കൂടെയുണ്ടായിരുന്ന ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. അഖിലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. ആലപ്പുഴ നോർത്ത് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് 18 ആലപ്പുഴ. കോഴിക്കോട് പാളയം സ്വദേശി ബിജുവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആസൂത്രിതമായ കൊലപാതകമാണോ? കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ? പോലീസ് അന്വേഷണത്തിൽ ബന്ധുവായ 21-കാരൻ ദീപക് പിടിയിലായിരുന്നു. എന്നാൽ മദ്യലഹരിയിലാണെങ്കിൽ പോലും ഒറ്റയ്ക്ക് കൊലപാതകം നടത്താൻ ദീപകിന് കഴിയില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ദീപകിന്റെ കൂട്ടാളികളെ കൂടി പിടികൂടണമെന്നും ബിജുവിന്റെ കുടുംബം ആവശ്യപ്പെടുന്നു. 13 വയസ്സ് മുതൽ ദീപക് ലഹരിക്കടിമയാണ്. ബിജുവിന്റെ കൊലപാതകത്തിൽ ലഹരി മാഫിയയിലേക്കും അന്വേഷണം നീങ്ങുന്നുണ്ട്. കോഴിക്കോട് പാളയത്ത് ഈ മാസം 19-ന് പുലർച്ചെയാണ് 38-കാരനായ ബിജുവിനെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൌക്കത്തലിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം പ്രതി ദീപകിനെ 2 ദിവസത്തിനുള്ളിൽ കസ്റ്റഡിയിലെടുത്തു. ശാസ്ത്രീയ പരിശോധനയുടെയും CCTV ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. കൊല്ലപ്പെട്ട ബിജുവിന്റെ ബന്ധുവാണ് ഈ 21-കാരൻ. ദീപക് ലഹരിക്കടിമയായിരുന്നു. ലഹരി വിമോചന കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കാൻ ബിജു കൂടെ പോയതിന്റെ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാമെന്നാണ് ബിജുവിന്റെ കുടുംബത്തിന്റെ ആരോപണം. കൊലപാതകം ഒറ്റയ്ക്ക് നടത്താൻ ദീപകിന് കഴിയുമെന്ന് കരുതുന്നില്ല എന്ന് ബിജുവിന്റെ പിതാവ് രാജൻ പറഞ്ഞു. ശനിയാഴ്ച രാത്രി 7 മണിക്ക് ദീപക് പരിസരത്ത് വന്നിരുന്നു. 4-5 പേരുമായി അവിടെയിരുന്ന് മദ്യപിച്ചു. അവരെ കൂടി ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. 16-നും കൊലപാതകത്തിന് ശ്രമമുണ്ടായതായും രാജൻ വ്യക്തമാക്കി. കസ്റ്റഡിയിൽ വാങ്ങിയ ദീപകിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. ബിജുവിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച മൂർച്ചയേറിയ ആയുധം കണ്ടെത്താനായി വീടിന് പരിസരത്തുള്ള കിണറ്റിൽ സ്കൂബ സംഘാംഗത്തെ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തി. കത്തി പോലുള്ള ആയുധമാണ് ഉപയോഗിച്ചതെന്നാണ് ദീപകിന്റെ മൊഴി. എന്നാൽ കിണറ്റിൽ മുങ്ങിത്തപ്പിയിട്ടും ആയുധം കണ്ടെത്താനായില്ല. കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് ബിജുവിനെ ദീപക് കൊലപ്പെടുത്തിയതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അർദ്ധരാത്രിക്ക് ശേഷം അച്ഛന്റെ സ്കൂട്ടറിൽ സഹോദരന്റെ ടീഷർട്ട് ധരിച്ചാണ് ദീപക് എത്തിയത്. അന്വേഷണമുണ്ടായാൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ദീപക് സഹോദരന്റെ ടീഷർട്ട് ധരിച്ചതെന്നാണ് സൂചന. കൊലപാതകത്തിനു ശേഷം ഈ ടീഷർട്ട് കത്തിച്ചിരുന്നു. ലഹരി ഉപയോഗിക്കുന്നത് വിലക്കിയ സഹോദരനുമായി ദീപക് വഴക്കിലായിരുന്നു. സഹോദരനെ ബിജുവിന്റെ കൊലപാതകത്തിൽ കുടുക്കാനും ദീപക് ലക്ഷ്യമിട്ടെന്നാണ് പോലീസ് പറയുന്നത്. 13 വയസ്സു മുതൽ ദീപക് ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് വിവരം. ന്യൂസ് 18 കോഴിക്കോട്. കോട്ടയം കൂരപ്പുഴയിൽ ഒരു കുടുംബത്തിലെ 4 പേർ ആത്മഹത്യ ചെയ്ത സംഭവം ഒരു നാടിനെ മുഴുവൻ നടുക്കിയ കേസാണ്. ലാക്കാട്ടൂർ സ്വദേശി തോമസിനെയും ഭാര്യയെയും മക്കളെയും ഈ മാസം 13-നാണ് വീടിനുള്ളിൽ അവശ നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് ചികിത്സയിലിരിക്കെ 4 പേരും മരിച്ചു. ഇവരുടെ സംസ്കാര ചടങ്ങുകൾ ചേപ്പുംപാറ മാർത്തമറിയം പള്ളിയിൽ നടന്നു. എന്നാൽ സംഭവം നടന്ന് 2 ആഴ്ചയാകുമ്പോഴും മരണകാരണം സംബന്ധിച്ച് അവ്യക്തത തുടരുകയാണ്. സാമ്പത്തിക ബാധ്യതയാണ് കൂട്ട ആത്മഹത്യ കാരണമെന്നാണ് പോലീസ് നിഗമനം. ലാക്കാട്ടൂർ മറ്റപ്പള്ളി ചിറപ്പുറത്ത് വീട്ടിൽ തോമസ് എബ്രഹാം, ഭാര്യ ജോസ്ന തോമസ്, മക്കളായ മരിയ തെരേസ, അലൻ തോമസ് എന്നിവരാണ്
കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ചത്. രാവിലെ 11 മണിയോടെ മറ്റപ്പള്ളി ചേപ്പുംപാറ മർത്തമറിയം പള്ളിയുടെ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ കുടുംബത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. വൈകിട്ട് 3 മണിക്കായിരുന്നു സംസ്കാര ചടങ്ങുകൾ. അതേസമയം സംഭവത്തെക്കുറിച്ച് ഉന്നത അന്വേഷണം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഇക്കാര്യം ആവശ്യപ്പെട്ട് ചാണ്ടി ഉമ്മൻ MLA ആഭ്യന്തരമന്ത്രിയെ സമീപിച്ചിരുന്നു. നാട്ടുകാരുടെ ആവശ്യം നിജസ്ഥിതി പുറത്തു വരണം തീർച്ചയായും. കാരണം വെച്ചാൽ ഇതുപോലെ ദാരുണമായൊരു സംഭവം ഞങ്ങളുടെ ഈ നാട്ടിൽ കേട്ടുകേൾവി പോലുമില്ല. 4 പേരാണ് മരിച്ചത്. ഒരു കുടുംബം തന്നെ ഇല്ലാതായി. അത് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഇവരെ നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പോലീസ് കൃത്യമായി അന്വേഷിക്കണം. അയർക്കുന്നം പോലീസിൻ്റെ അന്വേഷണം പോരാ. കാരണം ഇപ്പം ബഹുമാനായ MLA ആഭ്യന്തരമന്ത്രിക്ക് കൊടുത്ത നിവേദനത്തിലും ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചുകൊണ്ട് കർശനമായ അന്വേഷണം വേണം. നിജസ്ഥിതി പുറത്തു വരണം. 13-ാം തീയതിയാണ് 4 പേരെയും വീടിനുള്ളിൽ അവശനിലയിൽ കണ്ടെത്തിയത്. സാമ്പത്തിക ബാധ്യതയാണ് മരണകാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. സഹകരണ ബാങ്ക് ജീവനക്കാരിക്കെതിരായ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിരുന്നു. എന്നാൽ അതുമാത്രമാണോ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ സംശയം. അമ്മ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തങ്ങളും കൂടെ ചേരുകയായിരുന്നുവെന്ന് മകൾ മരണമൊഴി നൽകിയിട്ടുണ്ട്. ജോസ്ന താൽക്കാലിക ജീവനക്കാരിയായിരുന്ന സഹകരണ ബാങ്കിൽ ഇടപാടുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ജോസ്നയുടെയും തോമസിന്റെയും ബാങ്ക് അക്കൗണ്ടുകളും ഫോൺ കോളുകളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ന്യൂസ് 18 കോട്ടയം. മക്കൾ പഠിച്ച് മിടുക്കരാകണമെന്നാണ് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. അതിനവർക്ക് ട്യൂഷനും മറ്റ് സൗകര്യങ്ങളൊക്കെ നൽകാറുണ്ടല്ലേ. എന്നാൽ കുട്ടികളെ ട്യൂഷന് വേണ്ടി അധ്യാപകരുടെ വീടുകളിലേക്ക് വിടുമ്പോൾ അതീവ ശ്രദ്ധ വേണം കേട്ടോ. തൃശ്ശൂർ ചൂണ്ടലിൽ പ്രായപൂർത്തിയാകാത്ത 3 പെൺകുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയത് ട്യൂഷൻ അധ്യാപകനാണ്. കേസിൽ ചൂണ്ടൽ സ്വദേശി നൌഷാദിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. നൌഷാദിന്റെ വീട്ടിലെ ട്യൂഷൻ സെന്ററിൽ വെച്ചാണ് അതിക്രമം ഉണ്ടായത്. ട്യൂഷൻ സെന്ററിൽ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനികളെ ലൈംഗികമായി ഉപദ്രവിച്ച സംഭവത്തിലാണ് 52-കാരനായ അധ്യാപകൻ അറസ്റ്റിലായത്. തൃശൂർ ചൂണ്ടൽ സ്വദേശിയായ നൌഷാദിനെയാണ് വിദ്യാർത്ഥിനികളുടെയും രക്ഷിതാക്കളുടെയും പരാതിയെ തുടർന്ന് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കുട്ടികളുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ ബന്ധുക്കൾ വിവരം ചോദിച്ചു മനസ്സിലാക്കുകയായിരുന്നു. തുടർന്ന് പോലീസിൽ പരാതി നൽകി. ഉടൻ തന്നെ 3 പെൺകുട്ടികളുടെയും വീട്ടിലെത്തി മൊഴിയെടുത്ത പോലീസ് നൌഷാദിനെ കസ്റ്റഡിയിലെടുത്തു. ചൂണ്ടലിൽ ഇയാളുടെ സ്വന്തം വസതിയിൽ നടത്തിയിരുന്ന ട്യൂഷൻ സെന്ററിൽ വെച്ചാണ് സംഭവം നടക്കുന്നത്. ക്ലാസ് എടുക്കുന്നതിനിടെ നൌഷാദ് തങ്ങളുടെ ശരീരഭാഗങ്ങളിൽ കടന്നു പിടിച്ചെന്നും ലൈംഗിക അതിക്രമം നടത്തിയെന്നും കുട്ടികളുടെ മൊഴിയിൽ പറയുന്നു. ട്യൂഷൻ സെന്ററിലെ മറ്റു പെൺകുട്ടികൾക്കും സമാനമായ രീതിയിൽ ഉപദ്രവം നേരിട്ടിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണത്തിലാണെന്ന് പോലീസ് അറിയിച്ചു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് 18 തൃശൂർ. നീതിയും കോടതിയും അന്യം നിന്ന് പോയിട്ടില്ല. പോലീസ് വിചാരിച്ചാൽ ആരെയും എന്തും ചെയ്യാനാകില്ല. ഡോക്ടർ MK റാമിന്റെ അറസ്റ്റിലെ വീഴ്ചയിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ കടുത്ത ഭാഷയിൽ ശകാരിച്ചുകൊണ്ട് കോടതി പറഞ്ഞതാണിത്. റാമിന്റെ അറസ്റ്റിൽ മാത്രം എങ്ങനെ വീഴ്ച പറ്റിയെന്ന് DYSPയോട് ഹൈക്കോടതി ചോദിച്ചു. നിയമം അറിയുന്ന നിങ്ങൾ മനഃപൂർവ്വമാണ് വീഴ്ച വരുത്തിയത്. പോലീസിന് ഒരു പ്രതിയെയും രക്ഷിക്കാനാവില്ലെന്നും ഹൈക്കോടതി തുറന്നു പറഞ്ഞു. വെറുതെ അച്ചടക്ക നടപടി ക്ഷണിച്ചു വരുത്തരുതെന്നും കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിതിൻ രാജിന്റെ ആത്മഹത്യാ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ SP KV വേണുഗോപാലിനെയും DYSP സുധീർ കല്ലനെയും വിളിച്ചുവരുത്തി ഹൈക്കോടതി ഉയർത്തിയ കടുത്ത വിമർശനം ഇങ്ങനെ: സുധീർ കല്ലൻ DYSP ആയിട്ട് എത്ര നാളായി? DYSP ആയിട്ട് എത്ര പേരെ അറസ്റ്റ് ചെയ്തു? 10-ൽ 9-ലും വീഴ്ചയില്ല. ഈ അറസ്റ്റിൽ മാത്രം എങ്ങനെ വീഴ്ച പറ്റി? അറസ്റ്റിലെ നിയമ നടപടിക്രമങ്ങൾ അറിയില്ലേ? പ്രതിയെ അറസ്റ്റിന്റെ കാരണങ്ങൾ അറിയിക്കാത്തത് മനഃപൂർവ്വമാണോ എന്നും DYSPയോട് സിംഗിൾ ബെഞ്ചിന്റെ ചോദ്യം.
ഈ കേസുമായി ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥർ നിരന്തരം വിളിച്ചില്ലേ? തൂഫാൻ ഉൾപ്പെടെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന്റെ ശോഭ കെടുത്താനാണോ ശ്രമം? മറ്റൊരു മുറിവും പറ്റിയില്ല, പക്ഷേ പറ്റിയത് കഴുത്തിനാണ്. അങ്ങനെ സംഭവിച്ചാൽ ആൾ മരിച്ചു പോകും ഡിവൈഎസ്പി എന്നും ഹൈക്കോടതി പറഞ്ഞു. കോടതിയും നീതിയും അന്യം നിന്ന് പോയിട്ടില്ല. പോലീസ് വിചാരിച്ചാൽ ആരെ എന്തും ചെയ്യാനാകില്ല. പ്രതിക്ക് രക്ഷപ്പെടാനുള്ള പഴുതൊരുക്കിയല്ല അന്വേഷിക്കേണ്ടതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നേരെ കോടതി കടുത്ത വിമർശനമുയർത്തി. എന്താണ് മേൽനോട്ട ചുമതലയെന്ന SP KV വേണുഗോപാലിനോട് ഹൈക്കോടതി ചോദിച്ചു. എല്ലാ കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥനോട് ചോദിച്ചോ? അറസ്റ്റിന്റെ കാരണങ്ങൾ അറിയിച്ചോ എന്ന് പരിശോധിച്ചോ എന്നും SPയോട് ചോദ്യം. പ്രതി രക്ഷപ്പെടാതിരിക്കാൻ പഴുതടച്ച അന്വേഷണം ഉറപ്പാക്കാനുള്ള മേൽനോട്ടമാണ് SP നടത്തേണ്ടത്. നിയമവും നടപടിക്രമങ്ങളും പാലിക്കാൻ പോലീസിന് ബാധ്യതയുണ്ട്. ഓരോ കേസിലും പ്രത്യേകം നിർദ്ദേശം കോടതി നൽകുന്നത് സാധ്യമല്ല. ഒരു കാര്യം ഓർത്തോളൂ, നിങ്ങൾക്ക് ഒരു പ്രതിയെയും രക്ഷിക്കാനാവില്ല. പ്രതി രക്ഷപ്പെടണോ എന്ന് കോടതികൾ നിയമപ്രകാരം തീരുമാനിക്കും. വെറുതെ അനാവശ്യ ശ്രമങ്ങൾ നടത്തരുത്. അച്ചടക്ക നടപടി ക്ഷണിച്ചു വരുത്തരുതെന്നും ജസ്റ്റിസ് A ബദറുദ്ദീൻ മുന്നറിയിപ്പ് നൽകി. ഡിവൈഎസ്പിക്കെതിരെ അച്ചടക്ക നടപടി ആരംഭിച്ചെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. എന്ത് നടപടിയെടുത്തു എന്നറിയിക്കാൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്കെതിരായ കേസ് അട്ടിമറിക്കാൻ ADGP MR അജിത് കുമാർ ഗുരുതര ചട്ടലംഘനം നടത്തിയെന്ന് DGPയുടെ റിപ്പോർട്ട്. സ്വന്തം ഓഫീസ് ജീവനക്കാരെ ദുരുപയോഗം ചെയ്തതിനൊപ്പം കേസ് ഡയറി അട്ടിമറിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തെന്നാണ് കണ്ടെത്തൽ. അജിത് കുമാറിൻ്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയ വിശദമായ സസ്പെൻഷൻ ഉത്തരവാണ് സർക്കാർ പുറത്തിറക്കിയത്. അതേസമയം തനിക്കെതിരായ നടപടി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ചോദ്യം ചെയ്യാനാണ് അജിത് കുമാറിന്റെ നീക്കം. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച കേസ് അട്ടിമറിക്കുന്നതിൽ ADGP MR അജിത് കുമാറിന് വ്യക്തമായ പങ്കുണ്ടെന്ന് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു. ഇത് സംബന്ധിച്ച് അജിത് കുമാർ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന് DGP നൽകിയ റിപ്പോർട്ടിൽ പറയുന്നതായും ഉത്തരവിലുണ്ട്. അന്വേഷണം വഴിതിരിച്ചുവിടാൻ ADGPയും അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ളവരും നിരന്തരം ശ്രമിച്ചതിന്റെ തെളിവുകൾ SIT അന്വേഷണത്തിൽ ലഭിച്ചു. നിയമവിരുദ്ധമായാണ് അജിത് കുമാർ വിഷയത്തിൽ ഇടപെട്ടത്. അന്വേഷണത്തിൽ നേരിട്ട് പങ്കാളികളായിരുന്ന ഒന്നിലധികം ഉദ്യോഗസ്ഥർ അജിത് കുമാറിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. കേസിൽ ആദ്യത്തെ അന്വേഷണ സംഘം നൽകിയ റിപ്പോർട്ട് തിരുത്തിയത് ADGPയുടെ ഓഫീസിന്റെ ഇടപെടൽ മൂലമാണെന്ന് ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിട്ടുണ്ടെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ADGPയുടെ ഓഫീസിലെ ഗ്രേഡ് SI ഗിരീഷും SI ശ്രീകാന്തും പലതവണ അന്വേഷണ നടപടികളിൽ ഇടപെട്ടുവെന്നും ഉദ്യോഗസ്ഥരുടെ മൊഴിയിലുണ്ട്. ഡിജിറ്റൽ തെളിവുകളും MR അജിത് കുമാറിന് കുരുക്കായതായാണ് സൂചന. കേസ് റഫർ ചെയ്യാൻ അന്വേഷണ സംഘത്തിന് നൽകിയ നിർദ്ദേശമാണ് പ്രധാന തെളിവായത്. കേസ് റഫർ ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞതായാണ് സന്ദേശം അയച്ചത്. കേസ് റഫർ ചെയ്യാനായി അജിത് കുമാർ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയതായും SITക്ക് മൊഴി ലഭിച്ചിരുന്നു. കേസിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട്. 3 DYSPമാർ, 2 ഗ്രേഡ് SIമാർ എന്നിവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് വിവരം. സസ്പെൻഷൻ ലഭിച്ചതോടെ MR അജിത് കുമാറിന് DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കില്ല. അതേസമയം സർക്കാർ നടപടി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ചോദ്യം ചെയ്യാനാണ് അജിത് കുമാറിന്റെ നീക്കം. ന്യൂസ് 18 തിരുവനന്തപുരം. മുട്ടിൽ മരമുറി കേസിൽ പ്രതികൾക്ക് പണി വരുന്നുണ്ട് കേട്ടോ. കേസിൽ അഗസ്റ്റിൻ സഹോദരന്മാർ കോടതിയിൽ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. അമ്പലമേട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയാണ് കോടതി തള്ളിയത്. പ്രതികൾക്കെതിരെ പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്നും വിചാരണ നേരിടണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. മുട്ടിൽ
വയനാട്ടിൽ മരംമുറി കേസിൽ അമ്പലമേട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. വയനാട് മേപ്പാടിയിൽ നിന്ന് അനധികൃതമായി മുറിച്ചു കടത്തിയ മരം കൊണ്ടുപോകാൻ വനം വകുപ്പിന്റെ പ്രത്യേക പാസായ ഫോം 3 ആവശ്യമില്ലെന്ന് തെറ്റിദ്ധരിപ്പിച്ച് എറണാകുളത്തെ തടി കമ്പനി ഉടമയ്ക്ക് വിൽപ്പന നടത്തിയെന്നാണ് പ്രതികൾക്കെതിരായ കേസ്. അമ്പലമേട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് മരം വിൽക്കാൻ ശ്രമിച്ചത്. കമ്പനി ഉടമ അലിയാർ എന്ന ആൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അമ്പലമേട് പോലീസ് കേസെടുത്തത്. ലാണ് റോജി അഗസ്റ്റിൻ, ആന്റോ അഗസ്റ്റിൻ, ജോസ് കുട്ടി അഗസ്റ്റിൻ എന്നിവരെ പ്രതികളാക്കി കേസെടുത്തത്. കേസിൽ നേരത്തെ അഗസ്റ്റിൻ സഹോദരങ്ങൾ ചോറ്റാനിക്കര കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഹർജി കോടതി തള്ളി. തുടർന്നാണ് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. കേസിൽ പ്രതികൾ വിചാരണ നേരിടാനുള്ള കുറ്റങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയാണ് ഹൈക്കോടതി ഹർജി തള്ളിയത്. ചോറ്റാനിക്കര കോടതിയുടെ കണ്ടെത്തലിൽ ഇടപെടേണ്ട സാഹചര്യമില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. പ്രതികൾക്കെതിരായി കൂട്ടായ വിശ്വാസവഞ്ചനാ കുറ്റം നിലനിൽക്കുമെന്നും കേസിൽ വിചാരണ നേരിടണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് പട്ടാമ്പിയിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച് കടന്നുകളഞ്ഞ കള്ളനെക്കുറിച്ചുള്ള വാർത്തയാണെങ്കിൽ കൂത്താട്ടുകുളത്തൊരു കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കള്ളനെ പൊക്കിയപ്പോഴാണ് പട്ടാമ്പിയിലെ ബൈക്ക് മോഷണ വിവരവും പുറത്തു വന്നത്. കേസിൽ മലപ്പുറം തവനൂർ സ്വദേശി മുഹമ്മദ് സഹലിനെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു. 20-കാരനായ സഹൽ സ്ഥിരം മോഷ്ടാവെന്നാണ് വിവരം. ഇക്കഴിഞ്ഞ 7-ാം തീയതിയാണ് സംഭവമുണ്ടായത്. പട്ടാമ്പി ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിന്റെ ഗേറ്റിന് സമീപം വച്ചിരുന്ന ഞാങ്ങാട്ടിരി സ്വദേശി ഹരികൃഷ്ണന്റെ ബൈക്കാണ് മോഷണം പോയത്. ഹരികൃഷ്ണന്റെ പരാതിയിൽ പട്ടാമ്പി പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് തവനൂർ സ്വദേശി 20-കാരൻ മുഹമ്മദ് സഹൽ പിടിയിലാകുന്നത്. പ്രതിയുമായി പോലീസ് സംഭവ സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. കൂത്താട്ടുകുളത്തെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ചിങ്ങവനത്തു നിന്നുമാണ് പ്രതി പിടിയിലായത്. ഇയാളിൽ നിന്ന് മോഷണം പോയ ബൈക്ക് കണ്ടെത്തി. പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് പട്ടാമ്പിയിലെ ബൈക്ക് മോഷണ വിവരം പുറത്തു വന്നത്. ബൈക്ക് മോഷണ സംഘത്തിലെ കണ്ണിയാണ് മുഹമ്മദ് സഹൽ എന്ന് പോലീസ് പറഞ്ഞു. ബൈക്കുകൾ മോഷ്ടിക്കുന്ന സംഘത്തിലെ 2 പേരെ കഴിഞ്ഞ ദിവസം വളാഞ്ചേരി പോലീസ് പിടികൂടിയിരുന്നു. ഇവർ മോഷ്ടിച്ച ഒരു ബൈക്ക് പട്ടാമ്പിയിൽ നിന്നുമാണ് കണ്ടെത്തിയത്. ന്യൂസ് 18 പട്ടാമ്പി. മലപ്പുറം തിരൂരിൽ ലഹരി മാഫിയയ്ക്ക് കൂച്ചുവിലങ്ങിട്ട് പോലീസിന്റെ മിന്നൽ പരിശോധന. 43 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ പിടിയിലായി. അടിപിടി കേസുകളിലടക്കം പ്രതിയായ കുപ്രസിദ്ധ ക്രിമിനലടക്കം 2 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ മലപ്പുറം ജില്ലയിലെ സ്ഥിരം ലഹരി കടത്തുകാരെന്നാണ് പോലീസ് നൽകുന്ന വിവരം. തിരൂർ, ആലത്തിയൂർ, ആലിങ്ങലിൽ തിരൂർ പോലീസും ഡാൻസാഫും സംയുക്തമായി നടത്തിയ മിന്നൽ പരിശോധനയിലാണ് വൻതോതിൽ MDMA-യുമായി 2 യുവാക്കളെ അറസ്റ്റ് ചെയ്തത്. പുതുപൊന്നാനി നരിപ്പറമ്പ് സ്വദേശികളായ അബൂബക്കർ സിദ്ദീഖ്, മുഹമ്മദ് ഇർഫാൻ എന്നിവരെ തിരൂർ പോലീസും ഡാൻസാഫും ചേർന്നാണ് അറസ്റ്റ് ചെയ്തത്. ആലിങ്ങൽ കനാൽ പാലത്തിന് സമീപം നടത്തിയ മിന്നൽ പരിശോധനയിലാണ് പ്രതികൾ ലഹരി മരുന്നുമായി പിടിയിലായത്. 43 ഗ്രാം MDMA പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തു. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. പ്രതി അബൂബക്കർ സിദ്ദീഖ് മുൻപും നിരവധി അടിപിടി കേസുകളടക്കം പ്രതിയാണെന്ന് പോലീസ് വ്യക്തമാക്കി. പ്രതികൾക്കെതിരെ NDPS നിയമപ്രകാരം കേസെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. നമ്മുടെ നാട്ടിൽ ഒരാൾ നീതിക്ക് വേണ്ടി ആദ്യം സമീപിക്കുന്നത് പോലീസിനെയാണല്ലേ. എന്നാൽ അവിടെ നിന്ന് നീതി നിഷേധമുണ്ടായാലോ സ്വാഭാവികമായും പിന്നെ കോടതിയാണ് ആശ്രയം. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെയും നടി അൻസിബ കോടതിയെ സമീപിച്ചിരിക്കുന്നു.
സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന പരാതി നൽകിയിട്ടും ഇടപെട്ടില്ലെന്നാണ് ഹർജിയിൽ പറയുന്നത്. പാലാരിവട്ടം SHOയ്ക്കെതിരെയും ഹർജിയിൽ ഗുരുതര പരാമർശങ്ങളാണുള്ളത്. ലക്ഷ്മിപ്രിയയ്ക്കും ഓൺലൈൻ ചാനൽ ഉടമയ്ക്കുമെതിരെ സ്ത്രീത്വത്തെ അപകീർത്തിപ്പെടുത്തിയെന്ന് ആരോപിച്ച് അൻസിബാസൻ നൽകിയ പരാതിയിൽ കേസെടുക്കാതെ പ്രതികളെ സഹായിച്ച പാലാരിവട്ടം സബ് ഇൻസ്പെക്ടർ അനൂപ്, എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ എന്നിവർക്കെതിരെയാണ് അൻസിബ കോടതിയെ സമീപിച്ചത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കാത്തതിൽ വീഴ്ച വരുത്തിയതിനാൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്ത് ജയിൽ ശിക്ഷ ഉറപ്പുവരുത്തണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ജൽ ബോഡി യോഗത്തിൽ രാജി പ്രഖ്യാപിച്ച് ഇറങ്ങിപ്പോയതിനു ശേഷം കോടതി ഉത്തരവിലൂടെ തിരികെ അധികാരത്തിലെത്തിയ ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കെതിരെയാണ് പുതിയ നീക്കം. തിരഞ്ഞെടുപ്പ് വേണമോ ശ്വേത തുടരണോ എന്ന പേരിലാണ് അഭിപ്രായ സർവേ നടക്കുന്നത്. താരസംഘടനയിലെ വനിതാ അംഗങ്ങൾ മാത്രമുള്ള ഗ്രൂപ്പിലാണ് വോട്ടെടുപ്പ്. താരങ്ങൾ അവരുടെ അഭിപ്രായങ്ങളും ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്നുണ്ട്. എടുത്തെഴുതാവുന്നതല്ലേ ഉള്ളൂ. ഇലക്ഷൻ വേണം എന്ന് എഴുതാം, ശ്വേത തുടരണം എന്ന് എഴുതാം, അങ്ങനെ എഴുതാം, ക്ലാരിറ്റിയോടെ എഴുതാൻ പറ്റും. എന്തൊക്കെയോ പോളൊക്കെ ഇടുന്ന പരിപാടി ഉണ്ട്. അത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഗീതാ വിജയൻ അങ്ങനെ ആർക്കെങ്കിലും അറിയാമോ? പോളൊക്കെ ഇടാൻ ഇങ്ങനെ ഗ്രൂപ്പിൽ പറ്റുമല്ലോ. നവ്യൊക്കെ പണ്ട് ചെയ്യുമായിരുന്നു. ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് പറയും. ഭൂരിഭാഗം അംഗങ്ങളും ശ്വേതാ മേനോൻ അടക്കമുള്ളവർ മാറി നിൽക്കണമെന്നും പുതിയ തിരഞ്ഞെടുപ്പ് നടക്കണമെന്നുമാണ് അഭിപ്രായപ്പെട്ടത്. അമ്മയെ ഉപേക്ഷിച്ചു പോയവരെ ഇനി എങ്ങനെ വിശ്വസിക്കുമെന്ന് താരങ്ങൾ ചോദിക്കുന്നു. അമ്മയുടെ പെൺമക്കൾ എന്ന പേരിലുള്ള വനിതാംഗങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും ശ്വേതാ മേനോനെ നേരത്തെ പുറത്താക്കിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവ് തിരുവനന്തപുരം കാട്ടാക്കടയിൽ പിടിയിൽ. അറസ്റ്റിലായത് കോട്ടൂർ സ്വദേശി രാജീവ്. അനധികൃത മണ്ണുഖനനം സംബന്ധിച്ച പരാതിയെ തുടർന്ന് മൂവാറ്റുപുഴ ആയവന പഞ്ചായത്ത് ഓഫീസിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. കാലാവധി കഴിഞ്ഞ പെർമിറ്റിന്റെ മറവിൽ വൻതോതിൽ മണ്ണെടുപ്പ് നടക്കുന്നതായാണ് പരാതി. പാലക്കാട് അട്ടപ്പാടിയിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയ യുവതി എക്സൈസിന്റെ പിടിയിൽ. അട്ടപ്പാടി പാടവയൽ ആദിവാസി ഉന്നതിയിലെ 37-കാരി വസന്തയാണ് പിടിയിലായത്. രാജ്യത്തെമ്പാടും സെൻസസ് നടപടിക്രമങ്ങൾ നടക്കുന്ന സമയമാണ്. വീടുകളിൽ വിവരശേഖരണത്തിനായി ജീവനക്കാർ എത്തുന്നുണ്ട്. എന്നാൽ സെൻസസിന്റെ പേരും പറഞ്ഞു വരുന്നവരെ സൂക്ഷിക്കണം കേട്ടോ. ഇങ്ങനെ എത്തുന്നവർക്ക് തിരിച്ചറിയൽ കാർഡ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ വീട്ടിൽ കയറ്റാവൂ. ഇല്ലെങ്കിൽ പല അപകടങ്ങളും സംഭവിക്കാം. തൃശൂർ കുന്നംകുളം ചൂണ്ടലിൽ സെൻസസ് എടുക്കാനെന്ന വ്യാജേനയെത്തി വയോധികയുടെ മാല കവർന്നൊരു സംഭവമുണ്ടായി. ചൂണ്ടൽ സ്വദേശിനി തങ്കമണിയുടെ തല ചുമരിൽ ഇടിച്ച് ആക്രമണം നടത്തിയ ശേഷമാണ് കവർച്ച നടന്നത്. ഇതുപോലെ ചില തട്ടിപ്പ് സംഘങ്ങളും നിങ്ങളുടെ വീടുകളിലെത്താം. ഇത്തരക്കാരെ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പാണ് തൃശ്ശൂരത്തെ ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.